ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ 2026. എല്ലാവരും പ്രതീക്ഷിക്കും പോലെ ഒരു നല്ല വർഷമായി മാറട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും തമിഴ് സിനിമ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ വേൾഡ് വൈഡ് ബോക്സുകളിൽ നേടിയ സിനിമയും അതുപോലെ തെലുങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും നോക്കി. അപ്പോൾ ഈ വീഡിയോയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ആദ്യത്തെ 5 ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 5ാം സ്ഥാനത്തുള്ള ചിത്രം ഒരു കന്നഡ ചിത്രമാണ്. കാന്താര ചാപ്റ്റർ 1 ആണ് 5ാം സ്ഥാനത്തുള്ളത്. കേരളത്തിൽ നിന്നും കാന്താര ചാപ്റ്റർ 1 55 കോടി നേടി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. 4ാം സ്ഥാനത്തുള്ള ചിത്രം നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ 30 കോടിയെ നേടിയിട്ടുള്ളൂ, നിവിൻപോളിയുടെ സർവ്വമായ. പക്ഷേ കറണ്ട് ട്രെൻഡ് അനുസരിച്ച് കാന്താരയ്ക്ക് മുകളിൽ 55 കോടിക്ക് മുകളിൽ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് 4ാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ 55 കോടിക്ക് താഴെയാണെങ്കിൽ പോലും അത് 50 കോടിയോളം നേടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ സർവ്വമായ ഫിനിഷ് ചെയ്യും. മിക്കവാറും 4ാം സ്ഥാനത്ത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് 4ാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. 3ാം സ്ഥാനത്തുള്ള ചിത്രം ലാലേട്ടന്റെ വമ്പൻ ഹൈപ്പിൽ വന്ന ചിത്രമാണ് എമ്പുരാനാണ്. എമ്പുരാൻ കേരളത്തിൽ നിന്നും 86 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. 2ാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രം തന്നെയാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി 100 കോടി നേടിയ ചിത്രം തുടരുമാണ്. 2ാം സ്ഥാനത്തുള്ളത്. കേരളത്തിൽ നിന്നും 118 കോടി നേടി ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയായിരുന്നു തുടരും. 1ാം സ്ഥാനത്തുള്ള ചിത്രം തുടരുമിനെയും മറികടന്ന് കേരള ബോക്സ് ഓഫീസിൽ പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് ഇട്ട ചിത്രമാണ് ലോകയാണ് 1ാം സ്ഥാനത്തുള്ള ചിത്രം. കേരളത്തിൽ നിന്നും 121 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. ഈ 5 ചിത്രങ്ങളാണ് ഈ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ. ലോക, തുടരും, എമ്പുരാൻ, സർവ്വമായ ആയിരിക്കും 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സർവ്വമായ, കാന്താര ചാപ്റ്റർ 1. അപ്പോൾ ഈ 5 ചിത്രങ്ങൾ നിങ്ങൾ ഏതൊക്കെ ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.